ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ ആശ്വാസം തേടി നിങ്ങളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാറുണ്ടോ? എങ്കിൽ ഇനി മുതൽ നമ്മൾ അങ്ങനെ പങ്കുവെക്കുന്ന സ്വഭാവത്തിന് ഒരു നിയന്ത്രണ രേഖ നമ്മൾ കൊണ്ടുവരണം. ഒന്നുകിൽ ആ വേദന നമ്മൾ പങ്കുവെക്കുന്നത് അതേ വേദനയിലൂടെ കടന്നുപോയി എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു വ്യക്തിയോടായിരിക്കണം. അതുമല്ലെങ്കിൽ നമ്മളെ ആഴത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ആളോട് മാത്രമേ നമ്മൾ അത്തരത്തിലുള്ള വേദനകൾ പങ്കുവെക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ആ വേദന നമ്മുടെ ഉള്ളിൽ തന്നെ കിടന്നോട്ടെ, നമുക്ക് അതിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരോടും തുറന്നു പറയുമ്പോൾ അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് നമ്മളോടുള്ള സ്നേഹം മാത്രമായിരിക്കണമെന്നില്ല. ആ വേദനയിൽ നമ്മളെ ആശ്വസിപ്പിക്കണമെന്നുമില്ല. നമ്മൾ വിചാരിക്കും അവരൊരുപാട് വേദനിക്കുന്നുണ്ടാവും, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്നൊക്കെ. പക്ഷെ ചിലപ്പോഴെങ്കിലും അതൊന്നും അത്ര യാഥാർത്ഥ്യങ്ങളല്ല. യാഥാർത്ഥ്യങ്ങളായിട്ടുള്ള സ്നേഹത്തിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ആശ്വാസവും ലഭിക്കുന്നത്.